എന്ത് പറയാനാ, അതിന് ചിലപ്പോ അത്രേ ആയുസ് ദൈവം കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഇനിയിപ്പൊ കൊടുത്തതാണോ അതോ തീർത്തതാണോ എന്ന് ആർക്കറിയാം. ഇന്ന് ചേച്ചി ഇപ്പൊ എന്തേലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ആ മോളെ ഒന്ന് ഓർത്ത് പോയതാ. ജനിച്ചു വീണതേ അനാഥാലയത്തില്, നിങ്ങളെ കയ്യിലെത്തി. അതൊന്ന് വളർന്ന് വലുതായി വരുമ്പോഴത്തേക്ക് അതിന്റെ ആയുസ് ഒതുക്കി. എന്താ അങ്ങനെ പറഞ്ഞേ? ചേച്ചിന്റെ വർത്തമാനം കേട്ടാ വിചാരിക്കല്ലോ ഞങ്ങളെന്തോ ചെയ്തതാന്ന്. ഇല്ല ജിത്തി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്നാ? നയോമിക്ക് ശരിക്കും ശ്വാസം മുട്ടുണ്ടേനോ? ഇനി ശ്വാസം മുട്ടിങ്ങൾ ഉണ്ടാക്കിയതാ? എന്താ ചേച്ചി അങ്ങനെ ചോദിക്കുന്നത്? അല്ല ജിത്തി, ഇനിയും പ്രജിഷാടൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടാ? ഉണ്ടെങ്കിൽ പറ. ഞാൻ എന്ത് മറക്കാനാ? തക്കടോ നീ എണീറ്റാ? ഇങ്ങറിയാ വാ, അമ്മേന്റെ മോൻ എണീറ്റടാ. ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞേ? എനക്കങ്ങനെ തോന്നി. ഞാൻ എന്ത് മറക്കാനാ? തങ്കടന്റെ ഫോട്ടോയാ അത്? പിന്നെ ഇല്ല ജിത്തേ, ആരല്ലോ എന്നോട് പറഞ്ഞു നീ മോനായതിനു ശേഷം ഇനി രണ്ട് മക്കളെയും രണ്ട് കണ്ണിട്ടിട്ടാ കാണുന്നേന്ന്. പിന്നെ അങ്ങനെ തന്നെയല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് എന്റെ പ്രതീക്ഷന്റെ ചോരയല്ലേ, മറ്റത് ആരാന്റെയോ ചോര. അപ്പൊ എനിക്ക് അവളെ അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ. ഇവനെ എന്റെ സ്വന്തമായിട്ടും കണ്ട്. ഇനി ഒന്നും പറയണ്ട ജിത്തി, എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. എന്റെ ജിത്തി, നിങ്ങൾ എന്നാ നയോമിനെ ചെയ്തേന്ന് എനിക്ക് റെഡിക്ക് മനസ്സിലാക്കി. പിന്നെ അതിഞ്ച വായി തന്നെ അറിയാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ ഇവിടെ വന്നത്, അല്ലാണ്ട് വെറുതെ അല്ല. നയോമിനെ നിങ്ങൾ ഏൽപ്പിച്ചേല് ഒരു വലിയ പങ്ക് എനക്കും ഉണ്ട്. ഇനി വിചാരിക്കേണ്ട ഞാനിത് വെറുതെ വിടും. നീനുള്ള മറുപടി എനിക്കും പ്രജീഷാടനും ഞാൻ തന്നിരിക്കും. ചേച്ചിക്ക് എന്ത് മനസ്സിലായെന്ന് ചേച്ചി പറയുന്നേ? എന്നാ മനസ്സിലായെന്ന് എനിക്ക് ഞാൻ പറഞ്ഞുതരാ. എന്താ? എവിടുന്ന നയോമിക്ക് ശ്വാസം മുട്ട് വന്ന? എപ്പം മുതലോക്ക് ശ്വാസം മുട്ട് വന്ന് തുടങ്ങിയേ? പറ. ഞാനിന്നലെ സ്നേഹനിധിയിലെ അൽഫോൺസ മദറിനെ വിളിച്ച് മദർ പറയുന്നത് അങ്ങനെ ഒരു സൂക്കേട് നയോമിക്ക് ഇല്ലാന്നാ. പിന്നെ നിങ്ങൾക്ക് ഇടുന്ന പെട്ടെന്ന് ഒരു ശ്വാസം മുട്ട് വന്നേ? പറ. നിങ്ങൾ രണ്ടാളും കൂടി എങ്ങനെയാ നയോമിനെ ഇല്ലാണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലാക്കി. രണ്ടിനെയും ഞാൻ നിയമത്തിന് മുന്നേ കൊണ്ടുവരുന്നുണ്ട്. അയ്യോ ചേച്ചി ഇങ്ങനെ പറയില്ല ചേച്ചി, എന്റെ മോനെ അനാഥനായി പോകും ചേച്ചി. അത് ശരിയാ, ഇവൻ അനാഥനാകുന്നതിന് എനിക്ക് നല്ല വിഷമമുണ്ടല്ലേ. അതുപോലെ തന്നെ ഒരു മോളല്ലേണേ അത്. ഇഞ്ഞ വിശ്വസിച്ചല്ലേ ഇവിടെ വന്നേ. ഒരമ്മയാവണമെങ്കിൽ പ്രസവിച്ച് മുലയോട്ടാണെന്നൊന്നുമില്ല. കർമ്മം കൊണ്ടും പലരും പലതും ആവുന്നുണ്ട്. പിന്നെ ഇവന്റെ കാര്യം ഓർത്ത് ഇനി വിഷമിക്കണ്ട. ഇവനെ ഞാൻ നോക്കും പൊന്നുപോലെ. പക്ഷെ അതൊരിക്കലും ഇനി നയോമിനെ നോക്കിയതുപോലെ ആയിരിക്കൂല.